ഇറങ്ങിയ സിനിമകളുടെ വയലൻസ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ചില സിനിമകൾ നമ്മൾക്കറിയാം, പണ്ട് മുതലേ സിനിമകൾ നമ്മളെല്ലാം വളരെ സ്വാധീനിച്ച ഒരു ഘടകമാണ്. കാരണം സിനിമ എല്ലാവരുടെയും സ്വപ്നമാണ്. സിനിമയിലെ താരങ്ങളെ വലിയ ആരാധനയോടുകൂടി മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് എവിടെയായാലും കാണുന്നത്. അവരെ അനുകരിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും യുവതലമുറ കാണിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇന്നത്തെ സിനിമയിലെ പല സിനിമകളും ചെന്ന് കാണുന്ന എന്തിനാണ്? നമുക്ക് കാണുന്നത് നമ്മൾക്ക് സന്തോഷം ഉണ്ടാകാൻ, നമുക്ക് ആനന്ദം ഉണ്ടാകാനും ഒക്കെയാണ്. നമ്മൾ അല്ലെങ്കിൽ കുറെ അറിവ് നേടുവാനും എല്ലാം നമുക്കറിയാം. തിന്മകളുടെ മേൽ നന്മയുടെ വിജയമാണ് എല്ലാത്തിൻ്റെയും ഇതിവൃത്യം എന്ന് പറയുന്നത്. പക്ഷേ ഈയിടെ ഇറങ്ങിയ പല സിനിമകളുടെയും വയലൻസ് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ വയലൻസ് എവിടെയാണില്ല? ഇപ്പൊ കുട്ടികൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് അവർക്ക് വേണമെങ്കിൽ കാണാമല്ലോ. അതുപോലെയല്ല. യൂട്യൂബിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാലും അതെല്ലാം അവിടെ തന്നെ കിടക്കും. അവൻ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അത് പിന്നെ ചികഞ്ഞെടുക്കാൻ സാധിക്കും. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമ പണ്ട് മുതലേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മളെ ട്രോളുകൾ ഇറക്കുമ്പോൾ എല്ലാം സിനിമയുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് ട്രോളുകൾ ഇറങ്ങുന്നത്. ഞാൻ ഇടയ്ക്ക് കണ്ട ഒരു ജയിലർ എന്ന സിനിമ, രജനീകാന്തിന്റെ സിനിമയാണ്. ആ സിനിമയിൽ കണ്ട ക്രൂരത എന്ന് പറയുന്നത് അത് എനിക്ക് പോലും കണ്ടിരിക്കാൻ, മക്കളെയും ഭാര്യയും എല്ലാം കൊണ്ടാണ് ആ സിനിമ കാണാൻ പോയത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റികയ്ക്കടിച്ച് ആളുകളെ അതിനിഷ്ഠൂരമായി കൊല്ലുന്നതും ചില രംഗങ്ങളൊന്നും കണ്ടിരിക്കാൻ പറ്റാത്തത്. പക്ഷേ അതിനെ കവച്ചു വെക്കുന്ന സിനിമകളാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കില്ലെന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മാർക്കോ എന്ന സിനിമ, അല്ലെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ ഭയങ്കരമായ വയലൻസ് ആഘോഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിന് അത്രയും നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. കാരണം സിനിമകൾ എപ്പോഴും നമുക്കറിയാം, സിനിമകൾ ഒരിക്കലും കൃത്യമായ സന്ദേശം കൊടുക്കുന്നതാണ്. സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശമാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചോദിക്കാം. എല്ലാം വ്യവസായങ്ങളാണ്. ഇപ്പോൾ എല്ലാവരും ലാഭം നേടുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. സിനിമയായാലും മറ്റു വ്യവസായമായാലും എല്ലാമാണ്. എങ്കിലേ അതിന് നിലനിൽപ്പുള്ളൂ. ലാഭം ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ന്യായമായ ആവശ്യമാണ്. പക്ഷേ ഈ വയലൻസുകൾ കുത്തി നിറച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കണമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ വയലൻസ് ഇങ്ങനെ കുത്തി നിറയ്ക്കാനുള്ള കാരണം എന്താണ്? ആ വയലൻസ് കാണാൻ പ്രേക്ഷകരുണ്ടായില്ല. അതിന്റെ ഒരു ഭാഗം കുറ്റവാളികളാരാണ്? പ്രേക്ഷകരാണ്. ഇവരെല്ലാവരും ചെയ്യുന്ന എന്താണ്? ഒരു മാധ്യമങ്ങളായാലും ചെയ്യുന്നത് എന്താണ്? പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. അപ്പൊ ഇത്തരം സിനിമകൾ ആഘോഷിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ നിന്ന് നന്മകളുടെ ഭാഗങ്ങൾ അവശേഷിച്ചു പോവുകയും തിന്മകൾ അവരുടെ മനസ്സിൽ കടന്നുകൂടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. തിന്മകളുടെ അളവ് വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഇതുപോലെ തന്നെ ചുറ്റിക കൊണ്ട് 5 പേരെ കൊലപ്പെടുത്തിയ കേസ് ഇപ്പോൾ നമുക്കിവിടെ നെടുമങ്ങാട് നടന്നതേ ഉള്ളൂ. പിതാവിനെ വെട്ടിക്കൊന്ന കേസ് ഉണ്ട്. ഇതുപോലെ ഇത്ര നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ വീട്ടിനകത്ത് തന്നെ നടത്തുന്ന എത്രയോ ഇതുണ്ട്. ഇവരെല്ലാം സിനിമ കണ്ടിട്ടാണോ ചെയ്തു എന്നുള്ളതല്ല അത് വിഷയം. പക്ഷെ സിനിമ പലതിനെയും പോലെ പ്രധാനമായിട്ട് നമ്മളെ ആ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സിനിമ എടുക്കുന്നവരുടെ ഇത് ലാഭം ഉണ്ടാക്കരുതെന്നോ എന്നല്ല. എങ്കിലും സിനിമ എടുക്കുന്ന ഏത് നിർമ്മാതാവായാലും ഏത് സംവിധായകനും ഒരു കാര്യം മനസ്സിലാക്കുക, ലാഭം എടുക്കുക എന്നുള്ള നിങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. പക്ഷെ അപ്പോഴും വയലൻസ് കുത്തി നിറച്ച വയലൻസ് അത് പ്രേക്ഷകർ ഇന്നത്തെ തലമുറ അങ്ങനെ ആയിപ്പോയി. അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും വലിയ വയലൻസ് കുത്തി ചുരുക്കി അതിനകത്ത് വയ്ക്കുന്നത് ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലതായ ഒരു കാര്യമല്ല. കാരണം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാരൻ ചിലപ്പോൾ ഒരാളെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല എങ്കിലും ചെറുപ്പക്കാരോ ലഹരികൾ ഉപയോഗിക്കുന്നവരോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു ഉന്മാദാവസ്ഥയിൽ അവർ ഇതുപോലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്നത്തെ ഒരു നോവൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. കാരണം അതൊന്നും വായിക്കാൻ ആർക്കും സമയമില്ല.
പക്ഷെ സിനിമ അതുപോലെയല്ല. സിനിമ നമ്മൾ നിത്യവും കാണുക. ഒന്നുകിൽ നമ്മൾ നേരിട്ട് തിയേറ്ററിൽ പോയി കാണും, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ ആള് ഇന്ന് കാണുകയാണ്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ച് ഇതിന്റെ നിർമ്മാതാക്കളായാലും സംവിധായകരായാലും നടന്മാരായാലും സമൂഹത്തോട് അവർക്കൊരു പ്രത്യേക കടപ്പാടും ബാധ്യതയുമുണ്ട്. കാരണം താരങ്ങളെ അത്രയും നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു സമൂഹമാണ് ലോകത്തെമ്പാടുമുള്ളത്. അവർക്ക് വലിയ ഉയർന്ന സ്ഥാനമാണ്. അപ്പൊ അവർ ചെയ്യുന്നത് അനുകരിക്കുവാനുള്ള ഒരു ഇത് പുതിയ തലമുറയിലെ ആൾക്കാർക്കുണ്ട്. നമുക്ക് പോലും പണ്ട് നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ നായകനൊക്കെ കാണിക്കുന്ന ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാലങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന വളരെ ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും മുറ്റി നിൽക്കുന്ന കാലത്ത് ജനിച്ച കുട്ടികളാണ്. വളരെ സ്പീഡിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ മുന്നിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും അത്രത്തോളം നല്ലതല്ല. ഇതുപോലെ ചുറ്റിക്കരിച്ച് ഈ KGF-ലും ഇതുപോലെയാണ്. KGF എന്നുള്ള ഇതിലും ഇതാണ് ചുറ്റികൊണ്ട് അടിച്ച ആളുകളെ കൊല്ലുന്ന ഒരു സീനുകളും ഒക്കെ ധാരാളമായിട്ട് ആളുകളെ ചില സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ കൊന്നു തള്ളുന്ന ഒരു ഇതെന്ന് പറയുന്നത് അത് കൊടുക്കുന്ന സന്ദേശം മതി. എന്ത് പ്രതികാരത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. അത് കൊടുക്കുന്ന സന്ദേശം ഒരിക്കലും ഉത്തമമല്ല. ഓരോ സിനിമാ പ്രവർത്തകരും ആ ഉത്തരവാദിത്വത്തോടുകൂടി സമൂഹത്തിലെ നമ്മുടെ തലമുറയെ ഒരിക്കലും അക്രമം ഒന്നിനും പരിഹാരമല്ല. പകരത്തിന് പകരം ചോദിക്കലല്ല ഒരു പൗരന്റെ കടമ എന്ന് പറയുന്നത്. എല്ലാത്തിനും എന്ത് അക്രമം ഉണ്ടെങ്കിലും അതിന് പരിഹാരം തേടുക എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയാണ്. നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് ആ നിയമവ്യവസ്ഥയാണ് അതിന് പരിഹാരം തേടേണ്ടത്. അല്ലാതെയുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന സിനിമകൾ വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഓരോ നിർമ്മാതാക്കളായാലും സംവിധായകരായാലും നടന്മാരായാലും അത് ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറി പുറത്തിറക്കണമെന്നുള്ളത് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷയാണ്.